ഓക്കെ, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലെ ഓർഗനൈസിംഗ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ് എടുത്തു, ഇനി ഓർഗനൈസിംഗ് ആണ്. ഈ ഓർഗനൈസിംഗ് എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ കൂടി ഇതിൽ ഉപകാരപ്പെടുന്നതാണ്. പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, ഫോർമലൈസേഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓർഗനൈസേഷൻ ചാർട്ട്, ഇതൊക്കെ ഈ ഓർഗനൈസിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതൊന്നും ഞാനിവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞിട്ടില്ല. ഇത് വീണ്ടും സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മുന്നേ എടുത്തുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അഡ്മിനിസ്ട്രേഷനിലെ എല്ലാ ക്ലാസ്സുകൾ എല്ലാതും തറവായിട്ട് വെച്ചാൽ മാനേജ്മെന്റിനും വളരെ ഉപകാരപ്പെടും. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. പിന്നെ ആ രീതിയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിൽ, അതും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലാണ് ഓർഗനൈസിങ്ങിൽ വരുന്നത്. പക്ഷെ നമുക്ക് ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല എന്നുള്ളൊരു അസംഷനിലൂടെ കൂടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഓക്കെ, എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിൽ നമ്മൾ എത്ര പഠിച്ചോ അത്രയ്ക്ക് എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഗനൈസിങ് സ്റ്റാർട്ട് ചെയ്യാം. Organizing is arranging resources to achieve goals efficiently. It establishes roles, responsibilities, and workflows. This ensures coordination and operational stability. ഈ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഏത് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം നമ്മുടെ റിസോഴ്സസ്, അതുപോലെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, മറ്റ് റിസോഴ്സസ്, അതുപോലെ ഏത് വർക്ക് ഫ്ലോ ഫോളോ ചെയ്യണം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു പാർട്ടാണ് ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻസ് നോക്കാം. ലൂയിസ് എ അലൻ പറഞ്ഞിട്ടുള്ളത്, ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് effectively together in accomplishing the objectives. Okay, then first definition. അടുത്തത് ജോർജ് ആർ ടെറി പറഞ്ഞിട്ടുള്ളത്, ഓർഗനൈസിംഗ് ഈസ് ദ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് എഫക്റ്റീവ് ബിഹേവിയറൽ റിലേഷൻഷിപ്സ് among persons so that they may work together efficiently and gain personal satisfaction in doing selected tasks under given environmental conditions for the purpose of achieving some goals or objectives. അടുത്തത് കൂൺസ് ആൻഡ് ഒഡോണലിൻ്റെ ആണ്, ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ enterprise and establishing the authority relationships among them. It is a process of coordinating efforts to achieve objectives. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക ആൾക്കാരെ, അതുപോലെ തന്നെ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്ങിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 5 സ്റ്റെപ്സ് ആണുള്ളത്. ചില ആൾക്കാർ 6, 7 പറയുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ 5 എടുത്താണ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് മനസ്സിലാവുന്നതോടുകൂടി മനസ്സിലാവും എന്താണ് ഓർഗനൈസിംഗ് എന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്സ്. Work is broken down into smaller and manageable tasks to promote specialization, improve efficiency, helps avoid duplication and overlapping of effort. ഇത് നമുക്കറിയാലോ. അതായത് ഇത് ആദം സ്മിത്തിന്റെ കാലത്ത് മുതലേ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്? വർക്ക് വളരെ എന്താ പറയുക, വളരെ മൈന്യൂട്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചെറിയ വർക്ക് ഒരാൾ ചെയ്യുമ്പോൾ, വളരെ ചെറിയ പോർഷൻ ആൾ ചെയ്യുമ്പോൾ അത് തന്നെ അയാൾ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ കൂടും. ഓക്കെ, അപ്പോൾ അതിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു കാർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ, കാറ് മൊത്തമായിട്ട് ഒരാൾ ഉണ്ടാക്കണം നല്ലത്, അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് അയാൾ ഉണ്ടാക്കി മറ്റ് പാർട്ടുകൾ മറ്റാൾക്കാരെ ഉണ്ടാക്കുകയാണ് നല്ലത്. അത് ചില കമ്പനികൾക്ക്
എൻജിൻ വളരെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കമ്പനി സ്പെഷ്യലൈസ് ചെയ്യാണ്, വർക്ക് ഡിവൈഡ് ചെയ്യുക, എത്രത്തോളം ഡിവൈഡ് ചെയ്യുന്നു അത്രത്തോളം സ്പെഷ്യലൈസേഷൻ കൂടും. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഒരു എന്താ പറയുക സ്റ്റെപ്പായിട്ട് ഡിവിഷൻ ഓഫ് വർക്കിന് എടുക്കുന്നത്. അടുത്തത് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. Similar tasks are grouped together to form departments, facilitate better control, coordination and expertise within department. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ബൈഫർക്കേറ്റ് ചെയ്തു, അതിനുശേഷം പിന്നെ ചെക്ക് ചെയ്തു ഏതൊക്കെയാണ് സിമിലർ ആയിട്ട് വർക്ക് വരുന്നത്, സിമിലർ ആയിട്ടുള്ള ടാസ്കുകൾ ഏതൊക്കെയാണ്, അതിനെ ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ അതിനെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ HR എന്ന് പറയുന്നത് HR-ന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ഈവൻ അതിൽ HR-ന് ഡിഫറെന്റ് ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകൾ മുഴുവൻ എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് മീൻസ് കൊളാറ്റ് ചെയ്തിട്ട് അതൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി. ഓക്കെ, അതിനുശേഷം അസൈനിങ് ഓഫ് ഡ്യൂട്ടീസ്. ടാസ്ക്സ് ആർ അലോക്കേറ്റഡ് ടു ദ ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദെയർ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ് ആൻഡ് ഷോസ് ക്ലാരിറ്റി of responsibility and effective task execution, prevents confusion and work overload. പ്രോപ്പർ ആയിട്ട് അതിൻ്റെ കോമ്പിറ്റൻസി ഉള്ള വ്യക്തികൾക്ക് ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അടുത്ത ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്. എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, defines who reports to whom, chain of command, build a solid organizational structure. ഇതാണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ. ഇതാണ് ഈ ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ്, അതിൻ്റെ ക്യാരക്ടർ എന്താണ്, സെൻട്രലൈസ്ഡ് ആണോ ഫോർമലൈസ്ഡ് ആണോ, ഒക്കെ ഈ പറഞ്ഞ നാലാമത്തെ സ്റ്റെപ്പിലാണ് വരുന്നത്. ഓക്കെ, അതൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് അതിൻ്റെ ബിഹേവിയറും കൂടി അതില്ലെങ്കിൽ ലൈൻ ഓഫ് അതോറിറ്റി, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയിൻ ഓഫ് കമാൻഡ്, ഇതൊക്കെ വരുന്നത് ഈ ഡെവലപ്പിംഗ് റിലേഷൻഷിപ്സിലാണ്. അടുത്തത് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്. Ensures all departments and employees work in harmony, prevents silos and promotes teamwork, aligns effort towards organizational goals. Coordination the activities-ഉം ഇതുപോലെ ഒരു ആൾക്കാർ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം അതിൻ്റെ കൃത്യമായിട്ടൊരു നെറ്റ്വർക്കായിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ് എടുക്കുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട്. ഓക്കെ, ഇത്രയാണ് കോർഡിനേഷനിലെ സ്റ്റെപ്പുകൾ. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ മിക്കതും കണ്ടെത്തുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻസ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസിംഗ് ഷുഡ് അലൈൻ വിത്ത് ഓവറോൾ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആവരുത്. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് ഒരു യൂണിറ്റ് വേണം. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ വർക്കിലും ഓരോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസിയും എക്സ്പെർട്ടൈസും കൂടും. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ്. അത് പഠിച്ച ആൾക്കാർക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മാത്രം മതി. എന്താണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇത് തമ്മിലുള്ള എന്ത് ബന്ധം അല്ലെ? ഇതൊരു ആൾക്ക് അതോറിറ്റി കൊടുത്തിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും, റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് അതോറിറ്റി കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും, ഇത് മാച്ച് ചെയ്യണതിൻ്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുമ്പ്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ. എത്ര സബോർഡിനേറ്റ് വേണം ഒരൊറ്റ മാനേജർക്ക്, അല്ലെങ്കിൽ എത്ര സബോർഡിനേറ്റ്സ് ആണ് ഒരു മാനേജറിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. ചിലർ പറഞ്ഞ 8 അല്ലെങ്കിൽ 10, ഏത് ലിമിറ്റാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സ്കേലാർ ചെയിൻ. There should be clear linear authority from top to bottom of the organization. ആ ഒരു ചെയിൻ ഓഫ് കമാൻഡ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അവസാനം വരെ എത്തണം. ഏതെങ്കിലും ആൾക്കാർക്ക് ആ മുകളിൽ നിന്നുള്ള കമാൻഡ് എത്താത്ത രീതിയിൽ ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യരുത്. ഓക്കെ, അതാണ് സ്കേലാർ ചെയിൻ എന്നത്.
അടുത്ത യൂണിറ്റി ഓഫ് കമാൻഡ്. ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ ടു അവോയ്ഡ് കൺഫ്യൂഷൻ. ഈ യൂണിറ്റി ഓഫ് കമാൻഡ് ചില സ്ഥലങ്ങളിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റി ഓഫ് കമാൻഡ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, principle of delegation. Proper delegation of authority is essential to empower the employees to enhance performance. Delegation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിനെ ഏൽപ്പിക്കുകയും അതിൻ്റെ അതോറിറ്റി അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാനുള്ള എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിന് അത്തരത്തിലുള്ള ഡെലിഗേഷൻ സബോർഡിനേറ്റ്സിന് കൊടുക്കണം. അപ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബോർഡിനേറ്റ്സിന്റെ എഫിഷ്യൻസി കൂടും, അവരുടെ കോമ്പിറ്റൻസി കൂടും. രണ്ട്, ചെറിയ ചെറിയ ജോലികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം മാനേജേഴ്സിന് അവർക്ക് ഈ ചെറിയ ഡെയിലി റൂട്ടീൻസ് നിന്ന് ഒഴിവായിട്ട് കുറച്ചും കൂടി കൂടുതൽ സീരിയസ് ആയിട്ടുള്ള വർക്കുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് സാധിക്കും. Okay, principle of flexibility. The organizational structure should be adaptable to changes in environment. എൻവയൺമെന്റ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവണം ഓർഗനൈസേഷൻ. എപ്പോഴും വളരെ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എടുക്കരുത്, അത് പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കും. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. ദർ മസ്റ്റ് ബി എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്രോസ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ സെൻട്രലൈസേഷനും ഡിസെൻട്രലൈസേഷനും നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ടോപ്പ് എന്താ പറയാ മാനേജ്മെന്റ് ആയിരിക്കും. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കൺസൾട്ടിങ് മെത്തേഡിലൂടെ ആയിരിക്കും. ടോപ്പ് മാനേജ്മെന്റും ലോവർ ലെവലിലെ എംപ്ലോയീസും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരുമിച്ചാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്തായാലും റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാച്ച് ആവണം. ഇത് മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഇതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി. ദ സ്ട്രക്ചർ ഷുഡ് ബി ഫെസിലിറ്റേറ്റ് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം ഇൻപുട്ട് ഓഫ് റിസോഴ്സസ്. എപ്പോഴും അതാണ് നമുക്ക് വേണ്ടത് അല്ലെ, ഏറ്റവും കുറഞ്ഞ ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതിൽ എഫിഷ്യൻസി എല്ലാ സ്ഥലത്തും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി ആയിട്ടും ഓർഗനൈസിംഗിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഓർഗനൈസിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ആ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ റിജിഡ് ആയിട്ടുള്ള ഹലോ ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. നിഷി എന്താ മെസ്സേജ് അയച്ചത്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ പ്രോപ്പർ രീതിയിലുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ തന്നെ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എ സ്ട്രക്ചർഡ് സിസ്റ്റം ഓഫ് ടാസ്ക് ആൻഡ് അതോറിറ്റി ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ മാനേജ്മെന്റ്. അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ക്ലിയർലി ഡിഫൈൻഡ് റോൾസ് ആൻഡ് ഹയറാർക്കി, ബേസ്ഡ് ഓൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഗോൾ ഓറിയന്റഡ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് സിസ്റ്റമാറ്റിക്. ഓക്കെ, ഇതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് നോട്ട് ഒഫീഷ്യലി പ്രിസ്ക്രൈബ്ഡ്. ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ. ഇവോൾവ്സ് നാച്ചുറലി എമംഗ് പീപ്പിൾ, വളരെ നാച്ചുറലായിട്ട് ഇവോൾവ് ആവുന്നതാണ്. ഒരു നോർമൽ ഒരു ഫോർമൽ സ്ട്രക്ചറോ ഹയറാർക്കിയോ ഒന്നും അതിനുണ്ടാവില്ല. ബേസ്ഡ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, കോമൺ ഗോൾസ്. നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യും, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവും ഒക്കെ ചെയ്യും. ഓക്കെ, ഫ്ലെക്സിബിൾ ആൻഡ് സ്പോണ്ടേനിയസ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്.
ഇനി നമുക്ക് ഈ ഓർഗനൈസേഷൻ ഫോർമൽ ഓർഗനൈസേഷൻ്റെയും ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അപ്പൊ ഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ക്ലിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എഫിഷ്യന്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, അക്കൗണ്ടബിലിറ്റി ആൻഡ് അതോറിറ്റി സ്ട്രക്ചർ, ഹെൽപ്സ് അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് സിസ്റ്റമാറ്റിക്കലി. ഓക്കെ, ഇത് ഫോർമൽ ഓർഗനൈസേഷൻ്റെയാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിജിഡ് ആൻഡ് ബ്യൂറോക്രാറ്റിക്, വളരെ റിജിഡ് ആവാം, ബ്യൂറോക്രാറ്റിക് ആവാം, സ്ലോവർ ഡിസിഷൻ മേക്കിംഗ് ആണ്, ലെസ് അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്, മേ സപ്രസ് ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേറ്റിവിറ്റി അതിൽ ഉണ്ടാവാൻ സാധ്യത, വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആയി കാരണം. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ പ്രൊമോട്ട് ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ, വളരെ ക്വിക്ക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, ബൂസ്റ്റ് എംപ്ലോയി മൊറൈൽ ആൻഡ് ബിലോങ്ങിങ്നെസ്, ആ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ ബിലോങ്ങിങ്നെസ് അതിൽ കിട്ടും. എൻകറേജസ് കോഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്, കോഓപ്പറേഷനും സപ്പോർട്ടും എൻകറേജ് ചെയ്യും. ഫിൽ ഗ്യാപ്സ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പുകൾ ഇത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫിൽ ചെയ്യും. ഓക്കെ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്യാൻ സ്പ്രെഡ് ദ റൂമേഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അത് വളരെ നമുക്ക് കോമൺ ആയിട്ട് അറിയാം അല്ലെ. ഇൻഫോർമൽ ഒരു ഓർഗനൈസേഷനിലെ ഇൻഫോർമൽ കൂട്ടുകെട്ടുകളാണ് ഈ റൂമേഴ്സ് മുഴുവൻ പറ്റുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷനിലും അത് പഠിച്ചിട്ടുണ്ട്. മേ ക്രിയേറ്റ് ക്ലിക്സ് ആൻഡ് ഓർ ഫേവറിറ്റിസം, അതായത് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഈ ഇൻഫോർമൽ ഗ്രൂപ്പിൽ. അതുപോലെ ചില ഗ്രൂപ്പിലെ ചില ആൾക്കാർക്ക് ഫേവറിറ്റിസം അത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. ലാക്സ് അക്കൗണ്ടബിലിറ്റി, അക്കൗണ്ടബിൾ ആവേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ ഇവർക്ക്, കാരണം അതൊരു ഫോർമൽ സ്ട്രക്ചർ അല്ല. മൈറ്റ് കോൺഫ്ലിക്ട് വിത്ത് ഫോർമൽ ഗോൾസ് ഓർ പ്രോസസ്, ഇതും നമുക്ക് വളരെ എന്താ പറയുക നാച്ചുറൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു എന്താ പറയാ ഗോൾസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒന്നും ആയിരിക്കില്ല ആ ഓർഗനൈസേഷനിൽ തന്നെ ഇൻഫോർമൽ ആയിട്ട് വരുന്ന കൂട്ടുകെട്ടുകളിലെ ഒരു ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി ഓർഗനൈസേഷന്റെ ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡിഫറൻഷിയേഷൻ നമുക്ക് നോക്കാം. ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ ഓർഗനൈസേഷനിൽ അത് ഡെലിബറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്, ടോപ്പ് മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എങ്ങനെയുണ്ടാകുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അറൈസ് ആവുന്നതാണ്, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വഴി. ഓക്കെ, എംപ്ലോയീസിന്റെ സോഷ്യൽ ഇന്ററാക്ഷൻ വഴി. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ഓർഗനൈസേഷന് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. ഓക്കെ, ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ കൾച്ചറൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ ഓർഗനൈസേഷന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അത്തരത്തിൽ യാതൊരുവിധ സ്ട്രക്ചറും ഇല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. ചിലപ്പോൾ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അവിടുത്തെ ചായക്കടക്കാരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആവാനാണ് സാധ്യത. റിജിഡിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ റിജിഡ് ആണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആണ്. കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ഒഫീഷ്യൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ഓർഗനൈസേഷനിലുണ്ട്. ഇൻഫോർമൽ ലൈൻസ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബേസ്ഡ് ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഇല്ല. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഓൾറെഡി ലീഡേഴ്സ് ആണ്, അവർ മാനേജേഴ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് അവർ ലീഡർ ആയിരിക്കും. ഇൻഫോർമലില് അത് അവർ തന്നെ കൂട്ടത്തിൽ ആൾക്കാരെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു എന്താ പറയാ വളണ്ടറിലി സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ യൂഷ്വലി സ്റ്റേബിൾ ആണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്റ്റേബിൾ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ പോകുമ്പോൾ പിന്നെ ആ ഒരു കെമിസ്ട്രി അതിൽ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഇല്ലാതാവും. ഇതിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഒരാൾ പോയാൽ അതിന് പകരം വേറൊരാൾ ഫോർമൽ ആയിട്ട് തന്നെ കൊണ്ടുവരും. ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇറ്റ് ഈസ് ലെസ് ഹ്യൂമൻ ആൻഡ് മോർ ടെക്നോളജിക്കൽ ഇൻ ക്യാരക്ടർ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ആസ്പെക്റ്റ് ആണ്
ഓക്കെ. രണ്ടിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ഓഫീസ് എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ആ ഓഫീസിൽ ചില ആൾക്കാർ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യാൻ ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും. ആ ഗ്യാങ് ആ ഓഫീസിൽ എല്ലാവരും വേണമെന്നില്ല. ചിലപ്പോൾ ഈക്വൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ മുന്നേ പരിചയമുള്ള ആൾക്കാരായിരിക്കും. അത്തരത്തിൽ ഇൻഫോർമൽ ആയിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ട്. ആ കൂട്ടുകെട്ടുകളിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. എന്തിനത് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ, ഫോർമൽ ഓർഗനൈസേഷൻ ഇൻഫോർമൽ ഓർഗനൈസേഷനും ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ്, അതുപോലെ ബിഹേവിയറൽ തിയറീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതില് വലിയ എന്താ പറയാ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ഇപ്പോൾ എൽട്ടൺ മേയോന്റെ ഹോത്തോൺ എക്സ്പീരിയൻസിന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ചില എന്താ പറയുക ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയും, അതുപോലെ കുറവ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ എൽട്ടൺ മേയോന്റെ ഹോത്തോൺ എക്സ്പെരിമെന്റിലും ഹ്യൂമൻ റിലേഷൻ തിയറിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ അതൊക്കെ? അതൊന്നും മറക്കരുത് കേട്ടോ. അതൊക്കെ ഇതൊക്കെ കൂടിയിട്ടാണ് മാനേജ്മെന്റ് വരുന്നത്. അത്തരത്തിലുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതൊരു പ്രത്യേക ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ പ്രത്യേക ഒരു എക്സാമ്പിൾ ഇല്ല. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഓർഗനൈസേഷൻ തന്നെ, ഏത് ഓഫീസാണോ അതിനാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൂട്ടുകാർ തമ്മിൽ അല്ലെങ്കിൽ കുറച്ച് ഓരോ താല്പര്യക്കാർ തമ്മിൽ ചേർന്ന് അവർ തമ്മിലുള്ള ഡിസ്കഷനും അവർ തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഓഫീസിനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ കോൾ ചെയ്തിട്ട് സംസാരിച്ച് ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിയിട്ട് ഒക്കെ ഫോർമൽ ഓർഗനൈസേഷന്റെ ഡിസിഷനെ ഇവര് എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ. അതാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. ഇനി നമുക്ക് ഓർഗനൈസേഷൻ ചാർട്ടും ഓർഗനൈസേഷൻ സ്ട്രക്ചറും പഠിക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചതാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ കുറച്ച് എന്താ പറയുക വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട്. ഫങ്ഷണൽ, ഡിവിഷണൽ, മാട്രിക്സ്, ഫ്ലാറ്റ് ആൻഡ് ഹൈറാർക്കിക്കൽ. ഇത് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ബാക്കി നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്ന് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റേറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് നമ്മൾ അന്ന് എടുത്തൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊരു 45-50 മിനിറ്റിന്റെ ക്ലാസ് ആണ്. വീണ്ടും അത് പറയുമ്പോൾ എന്തുണ്ടായിരിക്കും, നമ്മുടെ ഈ ഓർഗനൈസിംഗ് എന്നുള്ള മെയിൻ ചാപ്റ്റർ നമ്മൾ വളരെ ഡീവിയേറ്റ് ആയിട്ട് പോകും. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തത്. മറ്റേതൊക്കെ പഠിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട്. അത് പഠിക്കാതെ നിങ്ങൾക്ക് ഈ ഓർഗനൈസിങ്ങിന്റെ എന്താ പറയാ ചാപ്റ്റർ ഒന്നും കംപ്ലീറ്റ് ആവില്ല. ശരി. അപ്പോൾ നമുക്ക് ഫങ്ഷണൽ ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ആദ്യം ഫങ്ഷണൽ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ വെർ ദ ഓർഗനൈസേഷൻ ഈസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. എക്സാമ്പിൾ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഫങ്ഷണൽ സ്ട്രക്ചറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബാങ്കുകൾ. പലതരത്തിലുള്ള വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അവർ എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ലോൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ. ഡെപ്പോസിറ്റ് അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഷുറൻസ് അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിന്റെ അവരുടെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇഷ്ടംപോലെ നമുക്കൊരു ബാങ്കിൽ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കാണും. അത്രയും ശ്രദ്ധിച്ച് ഏതെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം അവർ അവിടേക്ക് ഇവിടേക്കൊക്കെ നമ്മളെ ഡൈവേർട്ട് ചെയ്യും. ഇപ്പൊ ലോൺ അടയ്ക്കാനാണെങ്കിൽ അത് ലോണിന്റെ ഡിപ്പാർട്ട്മെന്റ് വേണം, ക്രെഡിറ്റ് കാർഡിനാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡിപ്പാർട്ട്മെന്റ് അവരെ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അത്തരത്തില് ഫങ്ഷണൽ എന്ത് ഫങ്ഷനാണ് അവർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒരു എന്താ പറയാ ഓർഗനൈസേഷനെ സ്ട്രക്ചർ ചെയ്യുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ക്ലിയർ ഹയറാർക്കി വിത്തിൻ ഈച്ച് ഫംഗ്ഷനിൽ അവർക്ക് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ഈ എംപ്ലോയീസ് റിപ്പോർട്ട് ടു ഫങ്ഷണൽ ഹെഡ്. ഒരു എംപ്ലോയി ഫങ്ഷണൽ ഹെഡിനാണ് റിപ്പോർട്ട് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് സെയിൽ ചെയ്യുന്ന എംപ്ലോയി ക്രെഡിറ്റ് കാർഡിന്റെ
മാനേജർക്കും, ലോൺ സെല് ചെയ്യുന്ന ആൾക്കാർ ലോണിന്റെ മാനേജർക്കും, ഡെപ്പോസിറ്റ് പിടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെപ്പോസിറ്റിന്റെയും, ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ഇൻഷുറൻസിന്റെ മാനേജർക്കാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ വാട്ട് വർക്ക്സ് വെൽ, ഡീപ്പ് സ്പെഷ്യലൈസേഷൻ എൻഹാൻസ് എഫിഷ്യൻസി. ഒരാൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൽ എഫിഷ്യൻസി കൂടില്ലേ. പല പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ എക്സ്പെർട്ടീസ് കിട്ടില്ല. ക്ലിയർ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ സപ്പോർട്ട്സ് അക്കൗണ്ടബിലിറ്റി. വളരെ അക്കൗണ്ടബിൾ ആയിരിക്കും ആ ഒരൊറ്റ കാര്യത്തിലാണെങ്കിൽ. ഫങ്ഷണൽ ഫോക്കസ് എനേബിൾസ് ഓപ്പറേഷണൽ കൺസിസ്റ്റൻസി. അത് ഓപ്പറേഷണൽ ആയിട്ട് വളരെ കൺസിസ്റ്റന്റ് ആണ്. കൺസിഡറേഷൻസ് ആൻഡ് ചാലഞ്ചസ്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ആ ലോൺ എടുത്തിട്ട് നമ്മൾ ആ ലോൺ വീട്ടാൻ പെട്ടെന്ന് നമുക്ക് EMIക്ക് പകരം ഫുള്ളായിട്ട് അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല, അവിടെ അടയ്ക്കാൻ പറ്റില്ല. അവർ പറയും ഇവിടെ അല്ല വേറെ സ്ഥലത്താണെന്ന് പറയും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ഇതാണ്. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ക്യാഷ് അടയ്ക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ക്രെഡിറ്റ് കാർഡിന്റെ ആണെങ്കിൽ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റ് വേറെയാണെന്ന് പറഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് സെല്ലിങ്ങിന്റെ ആണെങ്കിൽ പെട്ടെന്ന് അവർ വരും. പക്ഷെ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് നമുക്ക് ഇഷ്യൂ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ലിമിറ്റഡ് ഇന്നോവേഷൻ അക്രോസ് സൈലോസ്. ഇത് വളരെ എന്താ പറയുക ഇൻസുലേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ഭാഗം. അപ്പൊ അവർ തമ്മിലൊരു ഇന്നോവേഷൻ ഉണ്ടാവാൻ സാധ്യയില്ല. അതുപോലെ തന്നെ സ്ലോവർ റെസ്പോൺസ് ടു മാർക്കറ്റ് ഓർ കസ്റ്റമർ ചേഞ്ചസ്. ഓക്കെ, അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. അടുത്ത ഡിവിഷണൽ സ്ട്രക്ചർ. ഇത് ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൽ പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഡിവിഷണൽ സ്ട്രക്ചറിൽ നോക്കി നോക്കാം. സ്ട്രക്ചർ ഓർഗനൈസ്ഡ് ബൈ പ്രൊഡക്റ്റ്, ജിയോഗ്രാഫിക്കൽ റീജിയൻ, കസ്റ്റമർ ടൈപ്പ്. ഇത് എന്ത് ഫങ്ഷൻ ചെയ്യുന്നതനുസരിച്ചിട്ടല്ല, ഏത് കസ്റ്റമർ ആണ്, അതുപോലെ ഏത് ജിയോഗ്രാഫിക് റീജിയനിലാണ്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ ഡിവിഷൻ. ഈച്ച് ഡിവിഷൻ ഫങ്ഷൻസ് ആസ് സെമി ഇൻഡിപെൻഡന്റ് യൂണിറ്റ്, ഫുൾ ഡിപ്പാർട്ട്മെന്റൽ സെറ്റപ്പ് ഇൻ ഈച്ച് ഡിവിഷൻ. ഓരോ ഡിവിഷനിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അതിൻ്റെ എൻറ്റയറിറ്റി കാണാൻ പറ്റും. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് അറിയാലേ, ഇന്ത്യൻ റെയിൽവേ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സദേൺ റെയിൽവേ, നോർത്തേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റ് റെയിൽവേ, അങ്ങനെ കുറേ സോണുകളായിട്ട്, റെയിൽവേ സോണുകളായിട്ട് അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഈ ഡിവിഷനും അതിൻ്റെ അതായിട്ടുള്ള ഫങ്ഷനാണ് നടത്തുക. ഓക്കെ, clear focus on product or market or region, greater agility in responding to customer needs, easier performance tracking by division. അതുപോലെ കൺസിഡറേഷൻ ചാലഞ്ചസ്, റിസോഴ്സ് ഡ്യൂപ്ലിക്കേഷൻ അക്രോസ് ഡിവിഷൻസ്. എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ റിസോഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ക്യാൻ ക്രിയേറ്റ് ഇന്റേണൽ കോമ്പറ്റീഷൻ. സ്ട്രാറ്റജിക് അലൈൻമെന്റ് അക്രോസ് ഡിവിഷൻ മേ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അടുത്തത് മാട്രിക്സ് സ്ട്രക്ചർ. ഈ മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹൈബ്രിഡ് മോഡൽ വേർ എംപ്ലോയീസ് റിപ്പോർട്ട് ടു ബോത്ത് ഫങ്ഷണൽ ആൻഡ് പ്രൊഡക്റ്റ് മാനേജേഴ്സ്. നേരത്തെ നമ്മൾ പറയുന്നത് ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ആ ഫങ്ഷന്റെ മാനേജറിനെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് ഫങ്ഷണൽ മാനേജേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടിന്റെ മാനേജേഴ്സിനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് പ്രിൻസിപ്പിളാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. ഒരു എംപ്ലോയി രണ്ട് മാനേജേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? ഓർമ്മയില്ലേ? നമ്മൾ ഇന്നും കൂടി പഠിച്ചാണല്ലോ. ഹലോ, കേൾക്കുന്നില്ലേ? ചോദ്യം മനസ്സിലാവേണ്ടാണോ? അതായത് മാട്രിക്സ് സ്ട്രക്ചറിൽ ഒരു എംപ്ലോയി
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിവിഷണലും ഫങ്ഷണലും. ഈ രണ്ട് ഒരു എംപ്ലോയിക്ക് രണ്ട് മാനേജർമാരുണ്ടായിരിക്കും. രണ്ട് മാനേജർമാരുണ്ടായിരിക്കും ഒരു എംപ്ലോയിക്ക്. അത് ആക്ച്വലി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് ഏത് പ്രിൻസിപ്പിൾ ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എപ്പോഴും ഒരു എംപ്ലോയി ഒരു മാനേജറിൽ നിന്ന് മാത്രമാണ് ഡയറക്ഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. കൺട്രോളിംഗ് അല്ല, അതെ അതെ, യൂണിറ്റി ഓഫ് കമാൻഡ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. മീൻസ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മാനേജറിൽ നിന്ന് മാത്രമാണ് ഒരു എംപ്ലോയിക്ക് കമാൻഡ്സ് കിട്ടാൻ പാടുള്ളൂ. പക്ഷേ ഈ മാട്രിക്സ് സ്ട്രക്ചറിൽ അത് ഡിവേറ്റ് ആവുന്നുണ്ട്. കാരണം ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു പ്രൊജക്റ്റിൽ ആ പ്രൊജക്ടിന് ടൈം ലൈൻ ഉണ്ടായിരിക്കും. ആ പ്രൊജക്ടിന്റെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മാനേജറിനോടായിരിക്കും. പക്ഷെ ആ പ്രൊജക്റ്റിൽ ചെയ്യുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ടല്ലോ, അത് വേറൊരു മാനേജറും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് മാനേജർ ഉണ്ടായിരിക്കും ഈ മാട്രിക്സ് സ്ട്രക്ചറിൽ. ഓക്കെ, നേരത്തെ പറഞ്ഞ ഡിവിഷനിൽ ഒരു മാനേജറേ ഉള്ളൂ, അതേപോലെ ഫംഗ്ഷനിൽ ഒരു മാനേജർ ഉള്ളൂ. മാട്രിക്സ് സ്ട്രക്ചറിൽ രണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ എൻകറേജസ് ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻ. ക്രോസ് ഫങ്ഷണൽ ആയിട്ടുള്ള കൊളാബറേഷൻ നടത്തും. ഡിസൈൻഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വെച്ചാൽ പ്രൊമോട്ട്സ് ടീം വർക്ക് ആൻഡ് നോളജ് ഷെയറിംഗ്, efficient use of specialized resources, balances organizational and project priorities. അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ഓക്കെ, അത് എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ അതോറിറ്റി ക്യാൻ ക്രിയേറ്റ് കൺഫ്യൂഷൻ. ഉണ്ടോ, ഡ്യുവൽ അതോറിറ്റി ക്യാൻ ക്രിയേറ്റ് കൺഫ്യൂഷൻ. അതൊക്കെ യൂണിറ്റി ഓഫ് കമാൻഡിന് എതിരായതുകൊണ്ടാണ്. അത് കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ 2-3 ആൾക്കാരുമായിട്ടും പലതരത്തില് നെറ്റ്വർക്കിൽ ഇത് കൺസൾട്ട് ചെയ്യേണ്ടി വരും. റിക്വയർസ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. രണ്ട് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും ആവശ്യമാണ്. ഓക്കെ, അതാണ് മാട്രിക്സ് സ്ട്രക്ചർ. പിന്നെ നെറ്റ്വർക്ക് സ്ട്രക്ചറും ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്ന് നോക്കി. ഡീസെൻട്രലൈസ്ഡ് ഫ്ലെക്സിബിൾ മോഡൽ വേർ കോർ ബിസിനസ് ഫങ്ഷൻസ് ആർ ഇന്റേണൽ ആൻഡ് നോൺ കോർ ബിസിനസ് ആർ ഔട്ട്സോഴ്സ്ഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലെ. അപ്പോൾ ഈ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാവുന്ന ഔട്ട്സോഴ്സിംഗ് ആണ് മൊബൈൽ ഇൻഡസ്ട്രിയിലെ കോർ വർക്ക് എന്താ? നമുക്ക് ഇന്റർനെറ്റിന്റെ നെറ്റ്വർക്ക് അവൈലബിൾ ആയിരിക്കുക, കവറേജ് കിട്ടുക, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് നെറ്റ് എത്തിക്കണമെങ്കിൽ അതൊരു കോർ ഫങ്ഷൻ ആണ്. അതിൽ എന്താ പറയാ, ഒരുപാട് ടവറുകൾ വേണം, അതിന്റെ ടെക്നിക്കാലിറ്റി നോക്കണം, പിന്നെ നമുക്ക് നമ്പർ അസൈൻ ചെയ്യണം, ആ നമ്പറുകളുടെ കൂടിയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ആക്ച്വലി കോർ ബിസിനസ്. ഇനി ഇതല്ലാതെ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ അവർക്ക് ഓഫർ എന്താണ്, അവരുടെ കംപ്ലൈന്റ് എന്താണ്, ഇതൊക്കെ ഇവർക്ക് ഇന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് അവർ എന്ത് ചെയ്യും? അത് ഔട്ട്സോഴ്സ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള കോൾ സെന്ററുകൾ വരുന്നത്. നമ്മൾ കോൾ ചെയ്യുന്നത് ഇപ്പോൾ എയർടെലിനും ജിയോനെ ആണെങ്കിൽ ജിയോ ഒന്നും അത് ചെയ്യുന്നില്ല. കാരണം ജിയോന്റെ കോർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില് ടെക്നിക്കൽ ആയിട്ടുള്ള വർക്കാണ്. ടവറുകൾ, അതുപോലെ തന്നെ നമ്പർ, പിന്നെ കവറേജ് എത്തിക്കുക, അതായത് 3G 4G 5G, ഇനി അതിന്റെ മുകളിലേക്കുള്ള അതാണ് അവരുടെ കോർ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, കോൾ സെന്ററിൽ നിന്ന് ആൾക്കാരുമായിട്ട് വഴക്കൂടെ പിടിക്കുക, അതൊക്കെ എന്ത് ചെയ്യും? ഇവര് വേറെ കമ്പനികൾക്ക് കൊടുക്കും. ഇപ്പോൾ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS അങ്ങനെയുള്ള കമ്പനികളൊക്കെ അത് എടുത്തിട്ട് അവർ അത് ചെയ്തോളൂ. അവരുടെ എക്സ്പെർട്ടൈസ് അതിലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഇത്തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മെഡിക്കൽ ആയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ US എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു ജനറൽ പ്രാക്ടീഷണർ ആണെങ്കിൽ അവര് ഒരു രോഗിയെ കണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം, സിസ്റ്റത്തിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ഓക്കെ, എല്ലാ മരുന്നും എഴുതിയിട്ട്. അപ്പൊ ഈ ഡോക്ടറിനെ സംബന്ധിച്ച് ഇന്നൊക്കെ നമുക്ക് റിയൽ ടൈമിൽ ഡോക്ടേഴ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രാഥമിക കേന്ദ്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവര് നേരിട്ട് കമ്പ്യൂട്ടറിലാണ് എല്ലാം ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ എന്താണ് ഉണ്ടാവുക വെച്ചാൽ ഈ പ്രിസ്ക്രിപ്ഷനിൽ
എല്ലാതും എഴുതിയിട്ട് ഹിസ്റ്ററി നോക്കും. അത് എല്ലാ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ട് എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്യും. ഓക്കെ, അപ്പൊ സ്കാൻ ചെയ്തിട്ട് കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ളത് അവർ സ്കാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പകല് തുടങ്ങുമ്പോൾ അവിടെ രാത്രിയല്ലേ, ഈ രാത്രി അവിടെ എക്സാക്ട് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവരുടെ ഓരോ രോഗിയുടെയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിൽ എഴുതിയത് കാലത്ത് നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് ടൈപ്പ് ചെയ്തിട്ട് വേണ്ട ഫോർമാറ്റിലാക്കിയിട്ട് അത് ആ മെഡിക്കൽ ഓർഗനൈസേഷൻ അയച്ചു കൊടുക്കും. അപ്പോൾ ഒറ്റ ദിവസത്തെ ഡിലേ കൊണ്ട് തന്നെ അവർക്ക് കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് കിട്ടും. ഓക്കെ, ഇതൊരു തരത്തിലുള്ള ഔട്ട്സോഴ്സിംഗ് ആണ്. അപ്പൊ അത് ആ ഹോസ്പിറ്റൽ തന്നെ ഇത് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സമയമില്ല. മാത്രമല്ല അതിന്റെ ഒരു കോസ്റ്റ് യൂട്ടിലൈസേഷന്റെ ഭാഗമുണ്ട്. നമുക്ക് ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ ഇന്ത്യയിൽ അത്രയും പൈസ ഇല്ലാതെ തന്നെ അവിടെ ഒരു എന്താ പറയാ എംപ്ലോയിനെ ഇരുത്തി ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 10 എംപ്ലോയിനെ ഇരുത്തി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വ്യത്യാസമുണ്ട്. അത്തരത്തില് കുറെ ഇങ്ങനെ നെറ്റ്വർക്ക് സ്ട്രക്ചർ, അതായത് കോർ ആയിട്ടുള്ള ഒരു വർക്ക് അവർ സ്വയം ചെയ്യുക, ബാക്കിയുള്ളവർക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് സംഘടിപ്പിച്ചിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എംഫസൈസ് പാർട്ട്ണർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് അലയൻസ്. വളരെ പാർട്ട്ണർഷിപ്പ് വേണം അതിന്, അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസ് വേണം. റിലീസ് ഓൺ ഡിജിറ്റൽ ടൂൾസ് ഫോർ കോർഡിനേഷൻ. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത്രയും അത്തരത്തിലുള്ള ഔട്ട്സോഴ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഞാനത് പറഞ്ഞാണ്. അതല്ലാതെ തന്നെ ഇപ്പോ ഈ ഇതുണ്ടല്ലോ കാറിന്റെ എഞ്ചിനൊക്കെ, ഈ എഞ്ചിനൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് കമ്പനികളുള്ളൂ. വേണമെങ്കിൽ 10 കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ കാർ ഇറക്കുന്നത് ഒരു 100 കമ്പനികൾ ഇറക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവരെന്താ ചെയ്യുക, അത്തരത്തിലുള്ള എഞ്ചിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ബാക്കി ഉള്ള അതിന്റെ എക്സ്റ്റേണൽ ഫിറ്റിങ്സ്, അതുപോലെ ഉള്ളിലുള്ള മറ്റ് ചാമ്പറുകളൊക്കെ ഉണ്ടല്ലോ, ഇത് സാധനങ്ങളൊക്കെ അവർ ഫിറ്റ് ചെയ്തിട്ട് വേറെ കമ്പനി ഉണ്ടാക്കും. അപ്പൊ അതായത് ഒരു പാർട്ട്ണർഷിപ്പിൽ നെറ്റ്വർക്കിലാണ് കംപ്ലീറ്റ് പോകുന്നത്. ഒരു കംപ്ലീറ്റ് കാർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു എയറോപ്ലെയിൻ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ വളരെ കുറവാണ്. അതൊക്കെ പല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ലെനോവോയുടെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളില് അതിന്റെ ഹാർഡ് ഡിസ്ക് വേറെ കമ്പനിയിലായിരിക്കും, ഹിറ്റാച്ചിയുടെ ആയിരിക്കും മിക്കവാറും. അപ്പൊ ഹിറ്റാച്ചിയാണ് അവർക്ക് ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നത്. ലെനോവോയിൽ എന്താ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് അവരുടെ മോണിറ്ററിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസൈൻ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സാംസങ്ങിന്റെ ഹിറ്റാച്ചിയുടെ എന്നൊക്കെ വാങ്ങിയിട്ട് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, അങ്ങനെയുള്ള അതാണ് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതെന്താണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി അഡാപ്റ്റീവ് ആൻഡ് സ്കെയിലബിൾ, കോസ്റ്റ് എഫിഷ്യൻറ്റ് ത്രൂ ഔട്ട്സോഴ്സിങ്, ആക്സസ് ടു ഗ്ലോബൽ എക്സ്പെർട്ടീസ് ആൻഡ് ഇന്നോവേഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റെഡ്യൂസ്ഡ് കൺട്രോൾ ഓവർ എക്സ്റ്റേണൽ പാർട്ട്നേഴ്സ്. എക്സ്റ്റേണൽ പാർട്ട്നേഴ്സിനകത്ത് വലിയ കൺട്രോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. റിസ്ക് ഓഫ് ഇൻകൺസിസ്റ്റന്റ് ക്വാളിറ്റി ഓർ സർവീസസ്. ഇപ്പോൾ നമ്മളാണ് എല്ലാ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ പാർട്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ള ആൾക്കാരെ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് കോർഡിനേഷൻ കോംപ്ലക്സിറ്റീസ്. ഡാറ്റ സെക്യൂരിറ്റി അതുപോലെ കോർഡിനേഷൻ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഇനി അടുത്തത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഒരു കൂടി ഉണ്ട്, ലാസ്റ്റ് ആണ് ഈ സ്ട്രക്ചറുകളിൽ. A flat structure has no levels of middle management between staff and executives. It emphasizes decentralized decision making. ഒരുപാട് ഹൈറാർക്കി ഇല്ലാതെ ഒരു യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റ് പിന്നെ അതിന് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആയിട്ടാണ്. അത്തരത്തിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. കീ ഫീച്ചേഴ്സ് എന്താണ്? ഫ്യൂവർ ഹൈറാർക്കിക്കൽ ലെയേഴ്സ്, ബ്രോഡ് സ്പാൻ ഓഫ് കൺട്രോൾ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അക്രോസ് ലെവൽസ്, എൻകറേജസ് എംപ്ലോയി ഓട്ടോണമി. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്താണ്? faster decision making, enhanced team collaboration, lower operational cost, increased employee responsibility. Best for startup അതുപോലെ സ്മോൾ ടു മീഡിയം എന്റർപ്രൈസസിന് ഇത് നല്ലതാണ്. ക്രിയേറ്റീവ് ആൻഡ് ടെക് ഡ്രിവൻ കമ്പനീസ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവൻ കമ്പനീസിന് ഇത് നല്ലതാണ്. ടീംസ് വാല്യൂയിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. വളരെയധികം ഫ്ലെക്സിബിലിറ്റിയും ഇന്നോവേഷനും താല്പര്യമുള്ള കമ്പനികൾക്ക് ഇതാണ്. ചലഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ഓഫ് ആംബിഗ്വിറ്റി. ഒരു ആംബിഗ്വിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ലല്ലോ, വലിയ സ്പാൻ ഓഫ് കൺട്രോൾ അല്ലേ. പോസിബിൾ ഓവർ ബർഡൻ ഓൺ മാനേജർ. ഇതും ആ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ വലുതാകുമ്പോഴുള്ള പ്രശ്നമാണ്. സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ. വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് ഏകദേശം തകിടം മറിയാൻ സാധ്യതയുള്ള ഒരു ഫ്ലാറ്റ് സ്ട്രക്ചറാണ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ.
ഇത് റിയൽ വേൾഡ് എക്സാമ്പിൾ ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ എഐയിൽ മറ്റേ PPT ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ തന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ റിസർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പറയുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറാണ്, ആപ്പിളിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറാണ്. അത് സാധ്യതയുണ്ട് ഫങ്ഷണൽ സ്ട്രക്ചർ ആവാൻ. ആമസോൺ ഡിവിഷണൽ സ്ട്രക്ചറാണ്, കറക്റ്റ് അല്ലേ? കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു ഡിവിഷനിലാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ വരേണ്ടത്. ടെസ്ല ഫ്ലാറ്റ് സ്ട്രക്ചർ സപ്പോർട്ട് അഡാപ്റ്റബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ഇതിന് എനിക്ക് ഉറപ്പില്ല. ടെസ്ലയിൽ കാര്യത്തിൽ മാത്രം എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. ആപ്പിളും ആമസോണും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, ഇനി സെൻട്രലൈസേഷൻ്റെ നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഇത് സെൻട്രലൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുള്ളതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിൽ ചെയ്തത്. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉള്ളതിനെ സെൻട്രലൈസേഷൻ എന്ന് പറയും. അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ്, കൺസിസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ്, ഈസിയർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്, സ്ട്രോങ് കോർപ്പറേറ്റ് കൺട്രോൾ. ഓക്കെ, ഇതാണ് അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്? സ്ലോവർ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോവർ ലെവൽ, ലെസ് ഓട്ടോണമി ഫോർ ലോക്കൽ യൂണിറ്റ്സ്. ലോക്കൽ യൂണിറ്റ്സിന് ഓട്ടോണമി ഇല്ല. മേ റിഡ്യൂസ് മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താ മോട്ടിവേഷനും ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്ത കാരണം അവരുടെ കാര്യങ്ങളല്ല, അത് പ്ലാൻ വരുന്നത് മുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത് മോട്ടിവേഷനും ക്രിയേറ്റിവിറ്റിയും കുറയുന്നത്. റിസ്ക് ഓഫ് ടോപ്പ് ലെവൽ ഓവർലോഡ്. എല്ലാ കാര്യത്തിനും മുകളിൽ നിന്ന് തന്നെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ ഓവർലോഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഡീസെൻട്രലൈസേഷൻ, ഇതിൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് വേരിയസ് ലെവൽ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് അഡ്വാൻറ്റേജ് നോക്കാം. ഫാസ്റ്റർ ലോക്കൽ ഡിസിഷൻ മേക്കിംഗ്, ലോക്കൽ ലെവലിൽ ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. എംപവേഴ്സ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്, രണ്ടുപേരെയും എംപവർ ചെയ്യുന്നുണ്ട്. എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇന്നോവേഷനും അക്കൗണ്ടബിലിറ്റി കൂടും. നമ്മളായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടബിലിറ്റി ആയിട്ട് മാറും. ഓക്കെ, അഡാപ്റ്റബിൾ ടു റീജിയണൽ നീഡ്സ്, റീജിയണൽ ആയിട്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യാനും ഈ ഡീസെൻട്രലൈസേഷന് പറ്റും. ഇനി ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ ആവുകൊണ്ട് എന്താ പ്രശ്നം? പൊട്ടൻഷ്യൽ ഇൻകൺസിസ്റ്റൻസി ഇൻ ഡിസിഷൻ, ഒരു സ്ഥലത്ത് എടുത്ത ഡിസിഷൻ അല്ല മറ്റു സ്ഥലത്ത് എടുക്കുക. അപ്പോൾ അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫോർട്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. ഹാർഡർ ടു എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് പോളിസീസ്, ഇതും നേരത്തെ ഈ പൊട്ടൻഷ്യൽ ഇൻകൺസിസ്റ്റൻസി ഓഫ് ഇൻഡിസിഷൻസിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് പോളിസി നമുക്ക് എല്ലായിടത്തും ഒരേപോലെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു യൂണിഫോം എല്ലാ സ്ഥലത്തും ഓരോ യൂണിഫോം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റീജിയനിലും വേറെ വേറെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമാവില്ലേ? ഓക്കെ LKG കുട്ടി. അതിനുശേഷം പിന്നെ ഹാർഡർ ടു എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് പോളിസീസ്, റിസ്ക് ഓഫ് റിഡ്യൂസ്ഡ് ഓവറോൾ കൺട്രോൾ റെഡ്യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏകദേശം. ഇനി അതിൻ്റെ ചലഞ്ചസ് ആണ്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഓർഗനൈസിങ്ങിൽ വരുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ അവരുടെ ചേഞ്ച്, എന്തെങ്കിലും ഓർഗനൈസേഷനിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ചിന് ഒരു റെസിസ്റ്റൻസ് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ബാലൻസ് ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഇത് പല സ്ഥലങ്ങളിലും ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്രത്തോളം എംപ്ലോയീസിനെ കേൾക്കാം, അവരുടെ എന്താ പറയുക നീഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യാം. അത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, എന്നാൽ കുറഞ്ഞു കഴിഞ്ഞാലും അത് എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ ആവും. അപ്പോൾ സെൻട്രലൈസേഷൻ്റെയും ഡീസെൻട്രലൈസേഷൻ്റെയും ഒരു ബാലൻസ് നോക്കണം. ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ്, ഇപ്പോൾ ഇതും ഒരു എന്താ പറയുക ഓർഗനൈസിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. പല സ്ഥലങ്ങളിലും ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടത്താൻ നമുക്ക് യൂണിഫോം ആയിട്ട് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റില്ല. അവിടെ ഒരു ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ് ഒരു പ്രശ്നമായിട്ട് വരും. മാർക്കറ്റ് ഷിഫ്റ്റ്, നമ്മൾ ഒരു തവണ ഓർഗനൈസ് ചെയ്ത് നമുക്ക് ഓക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല, സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇൻഡസ്ട്രി അതുപോലെ തന്നെ ടെക്നോളജി ഒക്കെ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർഗനൈസിങ്ങിൽ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ്റെ സ്ലൈഡാണ്. ക്ലിയർ റോൾസ് റെസ്പോൺസിബിലിറ്റി നമ്മൾ അന്ന് പഠിച്ചത് തന്നെയാണ്. എഫിഷ്യൻറ്റ് സ്ട്രക്ചറിൻ്റെ പറഞ്ഞല്ലോ, ഈ ഫങ്ഷണൽ സ്ട്രക്ചർ ആണോ, ഡിവിഷണൽ സ്ട്രക്ചർ ആണോ, മാട്രിക്സ് ആണോ, നെറ്റ്വർക്ക് ആണോ, ഫ്ലാറ്റ് ആണോ, അത് കൃത്യമായിട്ട് ഒരു ഓർഗനൈസിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ട് ധാരണ വേണം ഏത് സ്ട്രക്ചറിൽ ഇട്ടാലാണ് ആ ഓർഗനൈസേഷൻ വിജയിക്കുക എന്നുള്ളത്.
അഡാപ്റ്റബിലിറ്റി അതും അടുത്താണ്. ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു, ഓർഗനൈസിങ് എല്ലാതും ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് ഒരു എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചിന്റെ ഒരു ഒരു അലേർട്ട് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ഇത്രയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഓർഗനൈസിംഗ് ഉള്ള പാർട്ട്? ഓക്കെ, താങ്ക് യു.